നമസ്കാരം. 24 വാർത്താ പ്രഭാതത്തിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് 2026 ജനുവരി 7 ബുധനാഴ്ച, ധനു 23. ഇന്നത്തെ ദിവസം എല്ലാ പ്രേക്ഷകർക്കും നന്നായി വരട്ടെ, നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ 100 ന്യൂസിലേക്ക് കടക്കുന്നു. ആദ്യം പ്രധാന വാർത്ത. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെതിരെ കൂടുതൽ തെളിവുകളുമായി SIT. ദേവസ്വം മിനിറ്റ്സിൽ ചെമ്പുപാളിയെന്ന് എഴുതി തിരുത്തൽ വരുത്തിയത് മനഃപൂർവ്വമെന്ന് SIT കണ്ടെത്തൽ. കണ്ടെടുത്ത സ്വർണത്തിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം പുറത്തു വന്നതിനു ശേഷം കൂടുതൽ നടപടികളിലേക്ക് കടക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ പ്രസവം കഴിഞ്ഞ് 2.5 മാസത്തിനു ശേഷം യുവതിയുടെ ശരീരത്തിൽ നിന്ന് തുണിക്കഷ്ണം പുറത്തുവന്ന സംഭവത്തിൽ ആരോഗ്യവകുപ്പ് അന്വേഷണം. തീരുമാനം ഗൈനക്കോളജി വിഭാഗം ഡോക്ടറുടെ ചികിത്സാ പിഴവ് ചൂണ്ടിക്കാട്ടി യുവതി പരാതി നൽകിയതിനെ തുടർന്ന് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് നിർദ്ദേശം നൽകി മന്ത്രി OR കേളു. ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കേസിൽ രാഹുലിന്റെ അറസ്റ്റ് നേരത്തെ കോടതി തടഞ്ഞിരുന്നു. കേസിൽ കക്ഷി ചേർക്കണമെന്നാവശ്യപ്പെട്ട അതിജീവിത ഇന്നലെ ഹൈക്കോടതിയിൽ ഹർജി നൽകി. തന്റെ ഭാഗം കൂടി കേട്ട ശേഷം മാത്രമേ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമെടുക്കാവൂ എന്നാണ് അതിജീവിതയുടെ വാദം. അന്തരിച്ച മുൻമന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിന്റെ സംസ്കാരം ഇന്ന്. ആലുവ ആലങ്ങാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ രാവിലെ 10:30-ക്കാണ് സംസ്കാരം. രാവിലെ 10 മണിവരെ വീട്ടിൽ പൊതുദർശനം. വൃക്ക സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന VK ഇബ്രാഹിം കുഞ്ഞിന്റെ അന്ത്യം ഇന്നലെ ഉച്ചയോടെ. തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പിന്റെ പ്രയാണം ഇന്ന് ആരംഭിക്കും. കാസർഗോഡ് മൊഗ്രാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര ഈ മാസം 13-ന് വൈകിട്ട് 6 മണിക്ക് സംസ്ഥാന കലോത്സവത്തിന്റെ പ്രധാന വേദിയായ തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് എത്തിച്ചേരും. PSLV C-62 വിക്ഷേപണം ഈ മാസം 12-ന് ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 1ാം വിക്ഷേപണ തറയിൽ നിന്ന് രാവിലെ 10:17-ന് റോക്കറ്റ് കുതിച്ചുയരും. കഴിഞ്ഞ തവണ PSLV വിക്ഷേപണം പരാജയപ്പെട്ടിരുന്നു. അഷ്ടമുടി കായൽ സംരക്ഷണത്തിൽ നിലപാട് കടുപ്പിച്ച ഹൈക്കോടതി. തണ്ണീർത്തട സംരക്ഷണ കമ്മിറ്റി രൂപീകരിക്കാത്തതിൽ സർക്കാരിന് വിമർശനം. വിശദീകരണം ഇന്ന് അറിയിക്കണമെന്ന് നിർദ്ദേശം. ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് തുടരുന്നു. ഇന്നലെ ദർശനം നടത്തിയത് 1 ലക്ഷത്തിലധികം ഭക്തർ. മകരവിളക്ക് പ്രമാണിച്ച് വരും ദിവസങ്ങളിലും തിരക്ക് കൂടും. പമ്പയിലും നിലയ്ക്കലിലും തീർത്ഥാടകർക്കുള്ള നിയന്ത്രണങ്ങൾ തുടരുന്നു. കേരള സർവകലാശാലയിലെ ഡോളർ കൈമാറ്റ വിവാദത്തിൽ പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ട് VC ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ. സംഭവത്തിൽ ദുരൂഹത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ബന്ധപ്പെട്ട എല്ലാ രേഖകളും DGPക്ക് കൈമാറാൻ രജിസ്ട്രാർക്ക് നിർദ്ദേശം. യൂണിവേഴ്സിറ്റിയുടെ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തുള്ള വീഴ്ചയാണെന്ന സിൻഡിക്കേറ്റ് ഉപസമിതി റിപ്പോർട്ട് VC പരിശോധിച്ചു. വിജയ് നായകനാകുന്ന ജനനായകൻ ചിത്രത്തിന് സെൻസർ സർട്ടിഫിക്കറ്റ് വൈകിപ്പിക്കുന്നതിൽ നിർമ്മാതാക്കൾ നൽകിയ ഹർജി മദ്രാസ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. സർട്ടിഫിക്കറ്റ് അനാവശ്യമായി വൈകിപ്പിക്കുന്നുവെന്നും ഇത് സാമ്പത്തിക നഷ്ടമുണ്ടാക്കുമെന്നും ഹർജിയിൽ. രാജ്യത്തെ തെരുവുനായ പ്രശ്നത്തിൽ സുപ്രീംകോടതി സ്വമേധയാ എടുത്ത കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കും. കേസ് പരിഗണിക്കുന്നത് ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച്. നായകളെ പിടികൂടി മാറ്റുന്നതിനും വന്ധീകരണത്തിനും സ്വീകരിച്ച നടപടികൾ വിശദീകരിക്കാൻ സംസ്ഥാനങ്ങളോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചിരുന്നു. ആക്ടിവിസ്റ്റ് സോനം വാങ്ചുക്കിനെ മോചിപ്പിക്കണമെന്ന ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. വാങ്ചുക്കിന്റെ ഭാര്യ ഗീതാഞ്ജലി ആങ്മോ സമർപ്പിച്ച ഹർജിയാണ് പരിഗണിക്കുന്നത്. ലേയിലെ സംഘർഷത്തിന്റെ പേരിൽ അറസ്റ്റിലായ വാങ്ചുക്ക് ജയിലിലായിട്ട് 100 ദിവസം. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായ അക്രമങ്ങൾ രൂക്ഷമായി തുടരുന്നു. ദുർബല സമൂഹങ്ങളെ സംരക്ഷിക്കുന്നതിന് മനുഷ്യാവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിലും മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ പരാജയപ്പെട്ടതായി ബംഗ്ലാദേശ് ഹിന്ദു ബുദ്ധിസ്റ്റ് ക്രിസ്ത്യൻ യൂണിറ്റി കൗൺസിലിന്റെ വിമർശനം. ഡിസംബറിൽ മാത്രം റിപ്പോർട്ട് ചെയ്തത് 51 വർഗീയ അക്രമ സംഭവങ്ങൾ. വയനാട് പുൽപ്പള്ളി സീതാദേവി ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ആന ഇടഞ്ഞത് തൃശൂരിൽ നിന്ന് കൊണ്ടുവന്ന ശിവൻ എന്ന ആന. നോക്കാം കേരളത്തിലെ പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഡയാലിസിസ്, വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയാ സൗകര്യങ്ങൾ വിപുലീകരിച്ചെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. വിവിധ
സർക്കാർ ആശുപത്രികളിലായി 1287 ഡയാലിസിസ് മെഷീനുകൾ സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് മന്ത്രി. കേരള നിയമസഭയുടെ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് ഇന്ന് തിരിതെളിയും. രാവിലെ 11 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം നഗരത്തിന് പുതിയ പോലീസ് കമ്മീഷണറായി DIG കെ കാർത്തിക് IPS ചുമതല ഏറ്റെടുത്തു. തിരുവനന്തപുരം കിളിമാനൂരിൽ അധ്യാപകൻ പോക്സോ കേസിൽ അറസ്റ്റിൽ. പിടിയിലായത് അധ്യാപകനായ N ശാലു. അറസ്റ്റ് 8ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് മുന്നിൽ വീഡിയോ കോളിലൂടെ നഗ്നത പ്രദർശിപ്പിച്ച സംഭവത്തിൽ. പാലക്കാട് ഒറ്റപ്പാലത്ത് അധ്യാപകനെതിരെ വിദ്യാർത്ഥികൾ വധഭീഷണി മുഴക്കിയെന്ന് പരാതി. ഓഫീസിൽ അതിക്രമിച്ച് കടന്ന് ഭീഷണി മുഴക്കിയെന്നാണ് ഒറ്റപ്പാലം NSS കോളേജിലെ അധ്യാപകൻ K സജീവന്റെ പരാതി. ആരോപണം 2ാം വർഷ വിദ്യാർത്ഥികളായ അബു ഫസൽ, അഭിനവ് എന്നീ വിദ്യാർത്ഥികൾക്കെതിരെ. കൊല്ലത്ത് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ദേശീയ വിരവിമുക്ത ദിനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം സർക്കാർ മോഡൽ ബോയ്സ് HSSൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ R ലതാദേവി നിർവഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനു MS അധ്യക്ഷയായി. കൊല്ലത്ത് തീപിടുത്തത്തിൽ വീട് കത്തിനശിച്ച കുട്ടികൾക്ക് പിന്തുണയുമായി ജില്ലാ ശിശുക്ഷേമ സമിതി. കുട്ടികളുടെ 1 വർഷത്തേക്കുള്ള പഠന സാമഗ്രികൾ ഉൾപ്പെടെയുള്ള ചിലവുകൾ ജില്ലാ ശിശുക്ഷേമ സമിതി ലഭ്യമാക്കും. തുക കണ്ടെത്തുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന്. മലപ്പുറം സാഫി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ സാമൂഹ്യ പ്രവർത്തന വിഭാഗവും മൈനോറിറ്റി OBC സെല്ലും ചേർന്ന് വിദ്യാർത്ഥികൾക്കായി സോഷ്യൽ വെൽനസ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PKC അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്ത് 75-കാരനെ കാണാനില്ലെന്ന് പരാതി. വെടിവെച്ചൻകോവിൽ ഭഗവതി നട സ്വദേശി മുകുന്ദൻ നായരെയാണ് ഇന്നലെ രാവിലെ 9 മുതൽ കാണാതായത്. കുടുംബം നരുവാമൂട് പോലീസിൽ പരാതി നൽകി. വയനാട് പുൽപ്പള്ളി പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തിരഞ്ഞെടുപ്പിൽ BJP UDF ധാരണയിൽ പ്രതികരണവുമായി കോൺഗ്രസിൽ നിന്നുള്ള വാർഡംഗം. BJPയുമായി കൂട്ടുചേരാൻ തീരുമാനിച്ചത് പാർട്ടി ധാരണ പ്രകാരമെന്ന് വാർഡംഗം MD കരുണാകരൻ. കോട്ടയം കറുകച്ചാലിൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തിരഞ്ഞെടുപ്പിൽ BJP അംഗം LDFന് വോട്ട് ചെയ്തു. പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിട്ടുനിന്ന BJP അംഗം CPIM അനുകൂല നിലപാടെടുത്തു. ഇടുക്കി ഉപ്പുതറയിൽ യുവതിയെ വീടിനുള്ളിൽ ചോര വാർന്ന് മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് MC കവല സ്വദേശി മലയക്കാവിൽ രജനി സുബിൻ. കൊലപാതകമെന്ന് പ്രാഥമിക നിഗമനം. പാലക്കാട് മലമ്പുഴയിൽ വിദ്യാർത്ഥിയെ മദ്യം നൽകി പീഡിപ്പിച്ച സംഭവത്തിൽ അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത് വിദ്യാഭ്യാസ വകുപ്പ്. വകുപ്പ് നടപടി AEOയുടെ റിപ്പോർട്ടിന്മേൽ. കോഴിക്കോട് കക്കോടിയിൽ ബെവ്കോ ഔട്ട്ലെറ്റിൽ നിന്ന് മദ്യം മോഷ്ടിക്കാൻ ശ്രമിച്ച പ്രതി പിടിയിൽ. അറസ്റ്റിലായത് ചേളന്നൂർ സ്വദേശി വിജീഷ്. ഉയർന്ന പ്രതിദിന വരുമാനത്തിലൂടെ ഇന്ത്യയിലെ ഗതാഗത മേഖലയിൽ ആർക്കും കൈവരിക്കാൻ പറ്റാത്ത നേട്ടം KSRTC കൈവരിച്ചുവെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ശബരിമല തീർത്ഥാടനത്തിലൂടെ KSRTCക്ക് 2 കോടിയുടെ അധിക വരുമാനം ലഭിച്ചെന്ന് മന്ത്രി. ചലച്ചിത്ര നടനും ഗാന്ധിഭവൻ കുടുംബാംഗവുമായിരുന്ന TP മാധവന്റെ പേരിൽ ഗാന്ധിഭവൻ ഏർപ്പെടുത്തിയ TP മാധവൻ പുരസ്കാരം നടൻ മധുവിന് സമ്മാനിച്ചു. മധുവിന്റെ വസതിയിലെത്തിയാണ് ഗാന്ധിഭവൻ ഭാരവാഹികൾ അവാർഡ് നൽകിയത്. 25,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ ബാലുശ്ശേരിയിൽ തുടക്കമായി. വനിതാ സമ്മേളനം മുൻ MP രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട KSSP അംഗങ്ങൾക്ക് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സ്വീകരണം നൽകി. പകുതി വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങാൻ അവസരമൊരുക്കി തിരുവനന്തപുരം ലുലു മോൾ. എൻഡ് ഓഫ് സീസൺ സെയിലിന്റെ ഭാഗമായി കോട്ടയം ലുലു മോളിലും വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിട്ടുണ്ട്. വ്യാഴാഴ്ച മുതൽ ഞായറാഴ്ച വരെയാണ് ഓഫർ സെയിൽ. ലുലു ഹൈപ്പർ മാർക്കറ്റ്, ഫാഷൻ സ്റ്റോർ, കണക്ട് അടക്കമുള്ള ലുലുവിന്റെ എല്ലാ ഷോപ്പുകളിലും ഓഫറുകളോടെ പർച്ചേസ് സാധ്യമാണ്. ഇനി പ്രധാന അറിയിപ്പുകൾ. എറണാകുളം മഹാരാജാസ് കോളേജിലെ ജിയോളജി വിഭാഗത്തിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവ്. ജിയോളജിയിൽ ബിരുദാനന്തര ബിരുദം, അടിസ്ഥാന യോഗ്യത. അഭിമുഖം ഈ മാസം 12 തിങ്കളാഴ്ച രാവിലെ 10:30. മൃഗസംരക്ഷണ വകുപ്പിൽ ആലപ്പുഴ ജില്ലയിലെ വിവിധ ബ്ലോക്കുകളിലേക്ക് രാത്രികാല അടിയന്തര മൃഗചികിത്സാ സേവനത്തിന് വെറ്ററിനറി സർജൻ തസ്തികയിൽ
കരാർ അടിസ്ഥാനത്തിൽ നിയമനം. വാക്കിൻ ഇന്റർവ്യൂ നാളെ രാവിലെ 11 മുതൽ 12 വരെ ജില്ലാ കോടതി പാലത്തിന് സമീപമുള്ള ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ. തിരുവനന്തപുരം നെടുമങ്ങാട് പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ ഞാറനീലിയിൽ പ്രവർത്തിക്കുന്ന MWTCയിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് വിഭാഗത്തിൽ താൽക്കാലിക അധ്യാപക ഒഴിവ്. അഭിമുഖം ഈ മാസം 11 രാവിലെ 11 മണിക്ക്. സംസ്ഥാനത്ത് പട്ടികവർഗക്കാർക്കായി സൗജന്യ സിവിൽ സർവീസ് പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 30 വയസ്സിന് താഴെ പ്രായമുള്ളവർക്കും 50% മാർക്കോടെ ബിരുദം നേടിയവർക്കും അപേക്ഷിക്കാം. മഞ്ചേരി ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ ബോണ്ടഡ് ലെക്ചറർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം. അഭിമുഖം ഈ മാസം 13 രാവിലെ 10:30. അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ട പാലക്കാട് യാക്കര റെയിൽവേ ഗേറ്റ് ഇന്ന് രാവിലെ 11 തുറക്കും. ഇന്നലെ തുറക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും അറ്റകുറ്റപ്പണികൾ തീരാത്തതിനാൽ ഒരു ദിവസത്തേക്ക് കൂടി നീട്ടുകയായിരുന്നു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ ഇന്ന് കാസർഗോഡ് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പെരിയ കേരള കേന്ദ്ര സർവകലാശാലയിൽ നടക്കുന്ന സ്വദേശി ശാസ്ത്ര കോൺഗ്രസിന്റെ ഉദ്ഘാടന ചടങ്ങിലും വൈകിട്ട് കാഞ്ഞങ്ങാട് നടക്കുന്ന പൊതുപരിപാടിയിലും ഗവർണർ പങ്കെടുക്കും. തിരുവനന്തപുരം ധനുവച്ചപുരം IHRD കോളേജിൽ ആരംഭിക്കുന്ന വിവിധ കമ്പ്യൂട്ടർ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മതിയായ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. തിരുവനന്തപുരം ചാക്ക ഗവൺമെന്റ് UPSൽ ഹിന്ദി അധ്യാപക ഒഴിവ്. അഭിമുഖം ഇന്ന് രാവിലെ 11 മണിക്ക്. തൃശൂർ വടക്കഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗം സോഷ്യൽ സയൻസ് അധ്യാപക ഒഴിവുണ്ട്. കൂടിക്കാഴ്ച നാളെ രാവിലെ 11 മണിക്ക്. നോക്കാം ദേശീയ വാർത്തകൾ. DMK സർക്കാർ നടത്തിയ 4 ലക്ഷം കോടി രൂപയുടെ അഴിമതി അന്വേഷിക്കണമെന്ന് അണ്ണാ DMK. ആവശ്യമുന്നയിച്ച് ഗവർണർ RN രവിക്ക് അണ്ണാ DMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി പരാതി നൽകി. തിരഞ്ഞെടുപ്പ് സഖ്യം സംബന്ധിച്ച് ജനുവരി അവസാനത്തിൽ തീരുമാനമെടുക്കുമെന്ന് അമ്മ മക്കൾ മുന്നേറ്റ ഘടകം അധ്യക്ഷൻ TTV ദിനകരൻ. AMMK TVK നേതൃത്വം നൽകുന്ന മുന്നണിയിൽ എത്തുമെന്ന് ചീഫ് കോർഡിനേറ്റർ KA സെങ്കോട്ടയ്യൻ പറഞ്ഞിരുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിക്കുന്ന ആപ്പുകൾ BJPയുടെ IT സെൽ നിർമ്മിച്ചതാണെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. ആപ്പുകൾ നിയമവിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമാണെന്ന് മമത. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ശത്രുത അവസാനിപ്പിക്കണമെന്ന ആഗ്രഹം പറയുന്നത് രാജ്യദ്രോഹമല്ലെന്ന് ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി. കോടതി നിരീക്ഷണം പാകിസ്ഥാൻ പതാകയുടെയും നിരോധിത ആയുധങ്ങളുടെയും ചിത്രങ്ങൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തയാൾക്ക് ജാമ്യം അനുവദിച്ച ഉത്തരവിൽ. ഡൽഹിയിലെ വായു മലിനീകരണം ഗുരുതരമായി തുടരുന്നതിൽ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് കമ്മീഷനെതിരെ വിമർശനവുമായി സുപ്രീം കോടതി. മലിനീകരണം നിയന്ത്രിക്കുന്നതിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ പരാജയപ്പെട്ടുവെന്ന് കോടതി നിരീക്ഷണം. ഇന്ത്യയുമായുള്ള ബന്ധം വഷളായ സ്ഥിതിക്ക് മദൂറോ മോഡലിൽ നരേന്ദ്രമോദിയെയും അമേരിക്ക തട്ടിക്കൊണ്ടുപോകുമോ എന്ന ചോദ്യവുമായി മഹാരാഷ്ട്രയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് പൃഥ്വിരാജ് ചൗഹാൻ. വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനിടെ വാർത്താ ഏജൻസിയോടായിരുന്നു പ്രതികരണം. മുംബൈയിലെ പ്രശസ്തമായ സിദ്ധിവിനായക ക്ഷേത്രത്തിൽ ഇന്ന് മുതൽ ഞായറാഴ്ച വരെ ഭക്തർക്ക് ദർശനം അനുവദിക്കില്ല. എല്ലാ വർഷവും നടക്കാറുള്ള സിന്ദൂര ലേപന ചടങ്ങുമായി ബന്ധപ്പെട്ടാണിത്. ഈ സമയം പ്രധാന വിഗ്രഹത്തിന് പകരം മറ്റൊരു മാതൃകയ്ക്ക് മുന്നിൽ മാത്രമാണ് പ്രാർത്ഥിക്കാൻ അവസരം. ബംഗളൂരു നഗരത്തിലെ കാമരാജ് റോഡ് ഗതാഗതത്തിനായി തുറന്നു. മെട്രോ ജോലികൾക്കായി 2019 ജൂലൈ 15 അടച്ച റോഡാണ് ഇപ്പോൾ തുറന്നത്. JNU ക്യാമ്പസിൽ വിവാദ മുദ്രാവാക്യമുയർത്തിയ സംഭവത്തിൽ വിശദീകരണവുമായി JNU സ്റ്റുഡൻസ് യൂണിയൻ. 2020 ക്യാമ്പസിലുണ്ടായ അക്രമത്തിന്റെ വാർഷികവുമായി ബന്ധപ്പെട്ട് ജാഗ്രതാ സദസ്സാണ് സംഘടിപ്പിച്ചത്. ഇതിനെ ചിലർ തെറ്റായി ചിത്രീകരിച്ചെന്നും സ്റ്റുഡൻസ് യൂണിയൻ. തമിഴ്നാട്ടിൽ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ സർക്കാർ പുറത്തിറക്കി. പൊതുയോഗത്തിനുള്ള അനുമതി 10 മുതൽ 21 ദിവസം മുൻപെടുക്കണം. 50,000-ൽ കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിക്ക് 1 മാസം മുൻപ് അനുമതി വാങ്ങണമെന്നും നിർദ്ദേശം. തമിഴ്നാട് സർക്കാർ നൽകുന്ന പൊങ്കൽ കിറ്റുകൾ നാളെ മുതൽ വിതരണം ചെയ്യും. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്യും. ഇനി രാജ്യാന്തര വാർത്തകൾ. 3ാം തവണയും സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഫൗസ്റ്റിൻ ആർക്കഞ്ച് ടൗഡറയ്ക്ക് 76.15% വോട്ട് ലഭിച്ചു. സൊമാലിലാൻഡ് സന്ദർശിച്ച ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഗിഡിയൻ സാർ
സൊമാലിയലാൻഡിനെ സ്വതന്ത്ര രാജ്യമായി ഇസ്രയേൽ അംഗീകരിച്ചതിന് ശേഷമുള്ള ആദ്യ ഔദ്യോഗിക സന്ദർശനമാണിത്. സുഡാനിലെ എൽ ഒബീദ് നഗരത്തിൽ വീടിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ 13 പേർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ 8 പേർ കുട്ടികൾ. ഗസ ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി ഹോളിവുഡിലെ പ്രമുഖ നടീനടന്മാർ. ഗസയുടെ ദുരവസ്ഥ അന്താരാഷ്ട്ര തലത്തിൽ ഉയർത്തിക്കാട്ടുന്ന സന്ദേശം പ്രമുഖ സ്പാനിഷ് നടനും ഓസ്കാർ ജേതാവുമായ ജാവിയർ ബർദേം ഇൻസ്റ്റഗ്രാമിൽ പങ്കിട്ടു. സഹായം തടസ്സപ്പെടുത്തുന്നത് സിവിലിയന്മാർക്കെതിരായ തുടർച്ചയായ ആക്രമണത്തിന്റെ ഭാഗമാണെന്ന് ബർദേം. എത്യോപ്യയിൽ കുടിയേറ്റക്കാർ സഞ്ചരിച്ചിരുന്ന ലോറി മറിഞ്ഞ് 22 പേർ കൊല്ലപ്പെട്ടു. 65 പേർക്ക് പരിക്കേറ്റു. ഗ്രീൻലൻഡിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള അമേരിക്കൻ ശ്രമത്തിനെതിരെ യൂറോപ്യൻ രാജ്യങ്ങൾ. ഗ്രീൻലാൻഡ് വിഷയത്തിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം ഡെൻമാർക്കിനും ഗ്രീൻലൻഡിനുമെന്ന് UK, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ. വെനസ്വേലൻ ഓഹരി വിപണിയിൽ കുതിപ്പ്. കാരക്കസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയായ BVCയിൽ കഴിഞ്ഞ ദിവസം 17% മുന്നേറ്റം. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിലുള്ള ഏറ്റവും വലിയ നേട്ടമാണിത്. കേരളം ആസ്ഥാനമായുള്ള പ്രമുഖ സ്വകാര്യ ബാങ്കുകൾക്ക് 2025-2026 സാമ്പത്തിക വർഷത്തിന്റെ 3ാം പാദത്തിൽ കരുത്തുറ്റ വളർച്ച. നിക്ഷേപ സമാഹരണത്തിലും വായ്പാ വിതരണത്തിലും തൃശൂർ ആസ്ഥാനമായുള്ള സൗത്ത് ഇന്ത്യൻ ബാങ്ക്, CSB ബാങ്ക്, ഇസാഫ് എന്നിവ മികച്ച പ്രകടനം നടത്തിയെന്ന് റിപ്പോർട്ട്. ആഗോള FMCG കമ്പനിയായ നെസ്ലെ ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ചില ഇൻഫന്റ് ഫോർമുല ഉൽപ്പന്നങ്ങൾ പിൻവലിക്കുന്നു. ഉൽപ്പന്നങ്ങളിൽ സെറുലൈഡിന്റെ സാന്നിധ്യം കണ്ടെത്തിയതിനാലാണ് നടപടി. അസംസ്കൃത എണ്ണ വിതരണത്തിൽ മത്സരം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ എണ്ണവില വീണ്ടും കുറച്ച് സൗദി. പ്രതിമാസ വിലയുടെ പ്രീമിയം കുറച്ചത് തുടർച്ചയായ 2ാം മാസം. വില കോവിഡിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലേക്ക്. യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇന്ത്യ റഷ്യയിൽ നിന്ന് ഏകദേശം 144 ബില്യൺ യൂറോയുടെ അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്തതായി യൂറോപ്യൻ മാധ്യമങ്ങൾ. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നവരിൽ ചൈനയ്ക്ക് പിന്നിൽ 2ാം സ്ഥാനത്താണ് ഇന്ത്യയെന്ന് സെന്റർ ഫോർ റിസർച്ച് ഓൺ എനർജി ആൻഡ് ക്ലീൻ എയർ. ട്രെയിൻ യാത്രക്കാർക്ക് ആകർഷകമായ ആനുകൂല്യങ്ങളുമായി ഇന്ത്യൻ റെയിൽവേ. റെയിൽവേയുടെ ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ റെയിൽ വൺ ആപ്പ് വഴി അൺറിസർവ്ഡ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നവർക്ക് ടിക്കറ്റ് നിരക്കിൽ 3% ഇളവ് പ്രഖ്യാപിച്ചു റെയിൽവേ. ഇളവുകൾ ഈ മാസം 14 മുതൽ പ്രാബല്യത്തിൽ. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾക്ക് അന്തിമ രൂപം നൽകുന്നതിനായി വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ബ്രസൽസിലേക്ക് പോകും. നാളെയും മറ്റന്നാളും ബ്രസൽസ് സന്ദർശിക്കും. ഇന്ത്യയുടെ സേവന മേഖലയിലെ വളർച്ചാ നിരക്ക് വീണ്ടും കൂപ്പുകുത്തി. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് ഡിസംബറിലെ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയെന്ന് S&P ഗ്ലോബൽ. നോക്കാം കായിക വാർത്തകൾ. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങൾക്ക് വിരാമം. ഫെബ്രുവരി 14-ന് ഈ സീസണിലെ ISL-ന് തുടക്കമാകും. 14 ക്ലബ്ബുകളും മത്സരിക്കും. വിജയ് ഹസാരെ ട്രോഫിയിൽ പുതുച്ചേരിയെ തകർത്തെറിഞ്ഞ് കേരളം. ടൂർണമെന്റിൽ കേരളത്തിന്റെ തുടർച്ചയായ 3ാമത്തെ വിജയം. 248 റൺസ് വിജയലക്ഷ്യം മറികടക്കാൻ കേരളത്തിന് വേണ്ടി വന്നത് 29 ഓവറുകൾ മാത്രം. ന്യൂസിലൻഡിനെതിരായ 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം ജനുവരി 11-ന് വഡോദരയിൽ അരങ്ങേറും. T20 ലോകകപ്പിന് മുൻപ് ഫോം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്ന ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ഉൾപ്പെടെയുള്ള താരങ്ങൾക്ക് ഈ പരമ്പര നിർണായകം. അണ്ടർ 15 വനിതാ ഏകദിന ടൂർണമെന്റിൽ കേരളത്തിന് തോൽവി. ഛത്തീസ്ഗഡ് 6 വിക്കറ്റിനാണ് കേരളത്തെ തോൽപ്പിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത കേരളം 35 ഓവറിൽ 6 വിക്കറ്റിന് 113 റൺസ് നേടി. റയൽ മാഡ്രിഡ് ഡിഫൻഡർ അന്റോണിയോ റൂഡിഗറിനെ ടീമിലെത്തിക്കാൻ അൽ നസറിനോട് അഭ്യർത്ഥിച്ച ടീം ക്യാപ്റ്റൻ ക്രിസ്ത്യാനോ റൊണാൾഡോ. ജർമ്മൻ പ്രതിരോധ താരമായ റൂഡിഗറിനെ ടീമിലെത്തിച്ച് അൽ നസറിന്റെ പ്രതിരോധ നിര ശക്തിപ്പെടുത്തണമെന്നാണ് ക്യാപ്റ്റന്റെ അഭിപ്രായം. ആഷസ് ക്രിക്കറ്റിൽ 13ാം സെഞ്ചുറിയുമായി സ്റ്റീവൻ സ്മിത്ത്. മുൻ ഇംഗ്ലീഷ് താരം ജാക്ക് ഹോബ്സിനെ മറികടന്നാണ് നേട്ടം. ഇനി കലാസാംസ്കാരിക സിനിമാ വാർത്തകൾ. ദൃശ്യം 3 ഏപ്രിൽ ആദ്യവാരം തിയേറ്ററുകളിലെത്തുമെന്ന് സംവിധായകൻ ജിത്തു ജോസഫ്. രാജഗിരി ആശുപത്രിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ജിത്തു ജോസഫ്. മമ്മൂട്ടിയും മോഹൻലാലും ഒരിടവേളയ്ക്ക് ശേഷം ഒന്നിക്കുന്ന പാട്രിയറ്റ് ഏപ്രിൽ അവസാന വാരം തിയേറ്ററുകളിലെത്തുമെന്ന് സൂചന. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ട്രെയിലർ ഏറെ ശ്രദ്ധ നേടിയിരുന്നു.
മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഐക്കോണിക് കഥാപാത്രം കാരക്കാമുറി ഷൺമുഖൻ വീണ്ടും എത്തുന്നു. രഞ്ജിത്ത് പുതുമുഖങ്ങളെ കേന്ദ്ര കഥാപാത്രമാക്കി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മമ്മൂട്ടിയും ഉണ്ടാകുമെന്ന് സൂചന. സൂര്യ RJ ബാലാജി ചിത്രം കറുപ്പ് ഫെബ്രുവരിയിൽ തിയേറ്ററുകളിലെത്തും. തൃഷ നായികയായി എത്തുന്ന ചിത്രത്തിന് സായി അഭ്യങ്കർ സംഗീതമൊരുക്കും. ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത് യാഷ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ടോക്സിക് എന്ന ചിത്രത്തിന്റെ പുതിയ ക്യാരക്ടർ പോസ്റ്റർ പുറത്ത്. രുക്മിണി വസന്ത് അവതരിപ്പിക്കുന്ന മെല്ലിസ എന്ന കഥാപാത്രത്തിന്റെ പോസ്റ്ററാണ് പുറത്തുവിട്ടത്. കല്യാണി പ്രിയദർശന്റെ ആദ്യ ഹിന്ദി ചിത്രത്തിൽ രൺവീർ സിംഗ് നായകനാകും. ജയ് മെഹ്ത സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് പ്രളയ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. ആം ഗെയിം എന്ന ദുൽഖർ ചിത്രത്തിനു ശേഷം നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന തമിഴ് ചിത്രം ബാംഗ്ലൂർ ബേസ്ഡ് റോംകോം ചിത്രത്തിന്റെ അണിയറ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കൽക്കി, ലോക എന്നീ ചിത്രങ്ങളിൽ ശ്രദ്ധേയ കഥാപാത്രത്തെ അവതരിപ്പിച്ച് കയ്യടി നേടിയ ശിവജിത്തിനെ കേന്ദ്ര കഥാപാത്രമായി ചിത്രമൊരുക്കുന്നു. അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിന്റെ സഹസംവിധായകനായി പ്രവർത്തിച്ച അഭിനവ് ശിവന്റെ ആദ്യ സംവിധാനം ആക്ഷൻ ത്രില്ലറായിരിക്കും. തനിക്കും കുടുംബത്തിനുമെതിരെ പെയ്ഡ് സൈബർ അറ്റാക്ക് നടക്കുന്നുവെന്ന ആരോപണമായി തമിഴ്നടൻ ശിവകാർത്തികേയൻ. ആരോപണം പൊങ്കൽ റിലീസിനൊരുങ്ങുന്ന പരാശക്തിയുടെ ഓഡിയോ ലോഞ്ച് ചടങ്ങിനിടെ. രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെടുത്തിയുള്ള അഭ്യൂഹ പ്രചാരണങ്ങളോട് ആദ്യമായി പ്രതികരിച്ച നടി പൂനം കൗർ. രാഹുലുമായി വ്യക്തിപരമായി യാതൊരു ബന്ധവുമില്ല. രാഹുലിനെ കണ്ടത് കൈത്തറി വ്യവസായവുമായി ബന്ധപ്പെട്ട കാര്യത്തിനെന്നും നടി. വിവാദ ചിത്രം കേരള സ്റ്റോറിക്ക് രണ്ടാം ഭാഗവുമായി അണിയറക്കാർ. ബിയോണ്ട് ദ കേരള സ്റ്റോറി എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം ഫെബ്രുവരി 27 തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തും. ജോസ് കൂട്ടക്കര നിർമ്മിച്ച് സുരേന്ദ്രൻ പയ്യാനക്കൽ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന പുഷ്പാങ്കദന്റെ ഒന്നാം സ്വയംവരം ജനുവരി 16 റിലീസ് ചെയ്യും. ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ അവതരിപ്പിക്കുന്നത് ഉണ്ണിരാജ, CM ജോസ് എന്നിവർ. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെയും ഭാര്യയെയും തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് വ്യാജ വീഡിയോ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്നു. മഡുറോയെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ വെനസ്വേലയിൽ നടന്ന ആഹ്ലാദ പ്രകടനം എന്ന ക്യാപ്ഷനോടെയാണ് വീഡിയോ. എന്നാൽ പ്രചരിക്കുന്ന വീഡിയോ മൊണാഗാസ് സംസ്ഥാന ഗവർണർ ഏണസ്റ്റോ ലൂണ പങ്കെടുത്ത റാലിയുടെ ദൃശ്യങ്ങളാണ്. ലേറ്റസ്റ്റ് ന്യൂസ്. സൈനിക നടപടി ഉണ്ടാകുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി തള്ളി മെക്സിക്കോ. അമേരിക്കയുടെ ആവശ്യങ്ങൾ പാലിക്കുന്നുണ്ടെന്നും ഇരു രാജ്യങ്ങളും തമ്മിലെ സാമ്പത്തിക ബന്ധങ്ങൾ നിർണായകമാണെന്നും മെക്സിക്കൻ പ്രസിഡന്റ്. ലെബനന്റെ ദക്ഷിണ കിഴക്കൻ മേഖലകളിൽ ഇസ്രയേൽ ആക്രമണത്തിൽ ദക്ഷിണ ലെബനനിലെ തീരദേശ നഗരമായ സിഡോണിലെ 3 നില വാണിജ്യ കെട്ടിടം തകർന്നു. ബംഗ്ലാദേശിൽ ഒസ്മാൻ ഹാദിയുടെ കൊലപാതകത്തിന് പിന്നിൽ രാഷ്ട്രീയ വൈരാഗ്യമെന്ന് കണ്ടെത്തൽ. കൊലപാതകവുമായി ബന്ധപ്പെട്ട് 17 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ഒറ്റപ്പാലം ലക്കിടിയിൽ യുവാക്കൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ യുവാവിന്റെ ഇടത് കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. അകലൂർ ആലംതട്ടപ്പടി കൃഷ്ണപ്രസാദിന്റെ ഇടത് കണ്ണിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഇറാനിൽ പ്രക്ഷോഭം തുടരുന്നതിനിടയിൽ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി രാജ്യം വിടാനൊരുങ്ങുന്നതായുള്ള റിപ്പോർട്ടുകൾ തള്ളി ഇന്ത്യയിലെ ഇറാൻ എംബസി. ഇസ്രയേലുമായി 12 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിനിടെ പോലും ഖമനേയി രാജ്യം വിടാൻ തയ്യാറായില്ലെന്ന് എംബസി അറിയിച്ചു. ഇനി ഇപ്പോൾ കിട്ടിയത്. ഇന്ത്യ കൂടുതൽ തീരുവകൾ നൽകുന്നതിനാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്തുഷ്ടനല്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ ഗണ്യമായി കുറച്ചുവെന്നും ട്രംപ്. ഗ്രീൻലാൻഡ് ഏറ്റെടുക്കുന്നതിന് അമേരിക്ക സൈനികാക്രമണം അടക്കം പരിഗണിക്കുന്നുവെന്ന് വൈറ്റ് ഹൌസ്. ഗ്രീൻലാൻഡ് ഏറ്റെടുക്കുന്നത് അമേരിക്കയുടെ ദേശീയ സുരക്ഷാ മുൻഗണനയോടെയെന്ന് വൈറ്റ് ഹൌസ്. അമേരിക്കൻ സൈന്യം അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയ്ക്കും ഭാര്യയ്ക്കും തലയ്ക്ക് പരിക്കേറ്റതായി അമേരിക്കൻ ഉദ്യോഗസ്ഥർ കോടതിയെ അറിയിച്ചു. മുറിക്കുള്ളിലെ ഉരുക്ക് കവാടത്തിലൂടെ രക്ഷപ്പെടാൻ ശ്രമിക്കവേ ഇരുവരുടെയും തല കവാടത്തിലിടിക്കുകയായിരുന്നുവെന്നാണ് അധികൃതർ പറയുന്നത്. ഇതോടെ 100 ന്യൂസ് പൂർണ്ണമാകുന്നു.